ശബരിമലയിലെ സ്വർണ്ണപ്പാളി കവർച്ചാ വിഷയത്തിൽ ഭക്തരുടെ ആശങ്കകൾ തുറന്നുകാട്ടി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ഹൈന്ദവ ദർശനങ്ങളെയും സനാതന ധർമ്മ വിശ്വാസങ്ങളെയും ഒരുപോലെ അട്ടിമറിക്കുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചെയ്യുന്നതെന്നും ഇവർക്കെതിരെ രാഷ്ട്രീയ നിറം നോക്കാതെ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നുമുള്ള ആഹ്വാനമാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയത്. അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന വൈകുണ്ഠാമൃതം നാരായണീയ സാഗരത്തിലെ പ്രഭാഷണത്തിലാണ് കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ അന്തരീക്ഷത്തെ അതീവ നിശിതമായി അവർ തുറന്നുകാട്ടിയത്. ഹൈന്ദവ സമൂഹം ഇനിയും ഉറക്കം വിട്ടുണർന്നില്ലെങ്കിൽ ശബരിമലയിൽ അരങ്ങേറിയ വിധം കൊള്ളകൾ മറ്റു ക്ഷേത്രങ്ങളിലേക്കും അതിവേഗം വ്യാപിക്കുമെന്ന താക്കീതും ശോഭാ സുരേന്ദ്രൻ നടത്തി. കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളുടെ അടക്കം സ്വത്ത് വകകൾ ആസൂത്രിതമായി കൊള്ളയടിക്കപ്പെടുന്നതിൽ വിശ്വാസ സമൂഹം ഒന്നാകെ ആശങ്കയിലാണെന്നും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ പരാമർശിക്കാതെ ആത്മീയതയെ സമീപിക്കാൻ കഴിയാത്ത സാഹചര്യമാണിപ്പോൾ നിലനിൽക്കുന്നതെന്നും നിശിത വിമർശനം ഉയർത്തുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ളവയെല്ലാം ദേവസ്വം ഭാരവാഹികൾ അടിച്ചുകൊണ്ടുപോകുന്നതിൽ ദേവന്മാർ വരെ ആശങ്കയിലാണെന്ന വിധത്തിൽ പ്രചരിക്കുന്ന കാർട്ടൂണുകളെ ഉദാഹരണമാക്കിയാണ് അവർ സർക്കാർ നിലപാടുകളെ തുറന്നു കാണിച്ചത്. ഭഗവതിയുടെ ആഭരണങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടോ എന്ന് ഗുരുവായൂരപ്പൻ ചോദിച്ചു. അപ്പൊ കാടാമ്പുഴ ഭഗവതി ഏറ്റുമാനൂരപ്പൻ വിളിച്ചു. ഏറ്റുമാനൂരപ്പനോട് ചോദിച്ചു, അപ്പന്റെ തിരുവാഭരണങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടോ എന്ന് ഭഗവതി ചോദിച്ചു. ആ സമയത്ത് സാക്ഷാൽ വടക്കുംനാഥൻ അദ്ദേഹം പറഞ്ഞു, ഉണ്ണി ഗണപതിയുടെ ആഭരണങ്ങൾ കൊട്ടാരക്കരയിൽ തന്നെ ഉണ്ടോ എന്ന് ഒരു അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞു. അവസാനം ഉണ്ണി ഗണപതി ഒരു ഉപായം പറഞ്ഞത്രേ, കൊട്ടാരക്കര ഗണപതി എന്താണ്, ഒരു കാര്യം ചെയ്യാം, ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളിയായി മാറുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും അവിടെ വന്ന കാണിക്ക മുഴുവൻ കൊണ്ടുപോയിട്ട് നമുക്ക് ബാങ്കിൽ ഇടാം എന്ന്. ഉണ്ണി ഗണപതി കുട്ടിയല്ലേ, ചില സമയത്ത് ഉണ്ണി ഗണപതി കുട്ടിയാവും. അപ്പൊ വടക്കനാഥൻ പറഞ്ഞു, മോനെ വേണ്ട, ഒരു നയാ പൈസ പോലും ബാക്കിയില്ലാതെ തട്ടിപ്പു സംഘങ്ങൾ അതെല്ലാം കടമെടുത്തു കൊണ്ടുപോകും എന്ന് വടക്കനാഥൻ ഉത്തരം നൽകി. ഞാൻ അമ്മമാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, എന്തുകൊണ്ട് ഇത് ക്ഷേത്രങ്ങളിൽ സംഭവിക്കുന്നു? എന്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ നിങ്ങൾ നാണയത്തുട്ടുകൾ ഒരുങ്ങിയെടുത്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി കാണിക്കർപ്പിക്കുന്ന ദേവീ ദേവന്മാർ നമുക്ക് സൂചന നൽകുകയാണ്, ഇതാ ഇവിടെ വരെ എത്തിയിരിക്കുന്നു എന്നുള്ളത്. ഭഗവാന്റെ യോഗദണ്ഡ് വരെ അടിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥയാണ് കേരളത്തിൽ ഉള്ളതെന്നും അതേക്കുറിച്ചാണ് ദേവി ദേവന്മാർ നമുക്ക് സൂചന നൽകുന്നതെന്നും അത് മനസ്സിലാക്കി വേണം ഭക്തസമൂഹം പ്രവർത്തിക്കേണ്ടതെന്നുമുള്ള ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളെ നിറഞ്ഞ കരഘോഷത്തോടെയാണ് സദസ്സ് ഏറ്റുവാങ്ങിയത്. സന്യാസിക്ഷേത്രന്മാരുടെ വേദിയാണ്. എന്നിരുന്നാലും ഈശാവാസ്യമിതം സർവം, ഈ പ്രപഞ്ചം മുഴുവൻ എന്താണ്, ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് ഉപനിഷത്ത് വാക്യമുണ്ട്. അപ്പൊ എന്താണ്, അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാൻ തന്നെയാണ് നിങ്ങളും. ആരാണ് ഞാൻ? ഞാനെന്ന് പറയുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തേർത്തത്തിൽ തളർന്നിരുന്ന അർജുനനോട് പാർത്ത, നീ നിന്റെ കർമ്മം ചെയ്തില്ലെങ്കിൽ, നീ ഉണർന്നിരിക്കില്ലെങ്കിൽ, നീ നിന്റെ മുന്നിൽ നിൽക്കുന്നവര് അപ്പൂപ്പന്മാരാണെന്നും നിന്റെ മുന്നിൽ നിൽക്കുന്നവർ കൗരവ പ്രമാണിമാരുടെ ബന്ധത്തെ കുറിച്ച് പറഞ്ഞ് നീ ശോകമുഖനായി ഇരുപത്തൂടനായി നീ തേർത്തത്തിൽ തളർന്നിരുന്നാൽ നിന്റെ കുലസ്ത്രീയായിട്ടുള്ള നിന്റെ പാഞ്ചാലിയുടെ വംശം പോലും ഉണ്ടാകില്ല എന്നതിന്റെ സൂചനയായിട്ടാണ് മഹാവിഷ്ണുവിന്റെ പൂർണ്ണ രൂപം അർജുനന് കാണിച്ചു കൊടുത്തത്. വിഷാദ രോഗമായിരുന്നു അർജുനന്. ആ വിഷാദ രോഗത്തിൽ നിന്ന് അർജുനനെ ഉണർന്നിരിക്കുന്നതുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ധർമ്മത്തിന് വിജയം ഉണ്ടായത്. ആ ധർമ്മത്തിന് വിജയം ഉണ്ടാകാൻ വേണ്ടി അമ്മമാർ ഓരോരുത്തരും ഇവിടെ നാരായണീയം ജപിച്ച് വീട്ടിൽ പോയാൽ വീടിന്റെ തൊട്ടടുത്ത് MDMA മയക്കുമരുന്ന് അടിച്ച്
13 വയസ്സുള്ള 12 വയസ്സുള്ള കുട്ടി അവൻ മൃതപ്രായനായിട്ട് നടക്കുന്നുണ്ട്. ഈ വൈകുണ്ഠാവനം കഴിഞ്ഞാൽ നിങ്ങൾ പുറംലോകത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മയാരാണ്, സഹോദരിയാണ് ആരാണ് എന്നറിയാതെ കുട്ടികൾ മയക്കുമരുന്ന് ലോബിയുടെ നീരായി പിടുത്തത്തിൽ നിൽക്കുന്നുണ്ട്. അവൻ വായിക്കണ്ടേ നാരായണീയം? ഓരോ ഗ്രാമങ്ങളിലും ഗ്രന്ഥശാലകൾ, ഗ്രാമീണ വായനശാലകളുണ്ടല്ലോ. ആ വായനശാലയ്ക്ക് തുല്യമായിട്ട് ഈ ഭക്തി പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കേന്ദ്രങ്ങൾ പടുത്തുയർത്തണം ഈ കേരളത്തിലാണ്. അങ്ങനെയുള്ള കേരളത്തിൽ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങൾ തീരുമാനിക്കാൻ നാരായണീയ സമിതിയുടെ ആളുകൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങളെ അവഗണിച്ചുകൊണ്ടും സനാതനധർമ്മങ്ങളെ തകർത്തുകൊണ്ടും ഭരണാധികാരികൾ മുന്നോട്ടു പോയാൽ അത് തടയാൻ BJPക്ക് കഴിയണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ താനടക്കമുള്ള ഓരോ നേതാക്കളെയും തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാൻ ഭക്തജനങ്ങൾ തയ്യാറാകണമെന്നും ശോഭ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ക്ഷേത്രവിശ്വാസത്തെ തൊട്ടുകളിച്ചാൽ വിവരമറിയുമെന്ന് കടമ മറക്കുന്ന ഓരോ നേതാക്കളെയും ഓർമ്മപ്പെടുത്താൻ ഭക്തർക്ക് അധികാരമുണ്ടെന്നും ശോഭ സുരേന്ദ്രൻ തുറന്നടിച്ചു. ഭാരതീയ